Next problem, 5 forces 4 root 3 5 comma root 3 and 3 kilonewton respectively act at one of the angular points of a regular hexagon towards other 5 angular points. Find the magnitude and direction of the resultant forces. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് 5 ഫോഴ്സ് പറയുന്നുണ്ട്. 4,√3,5,√3 and 3 kilonewton respectively act at one of the angular point of a regular hexagon towards other 5 angular points. Find the magnitude and direction of the resultant forces. അപ്പോൾ നമുക്ക് പറയുന്നത് എന്താണ്? ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പോൾ ഹെക്സഗൺ എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഹെക്സഗൺ വരച്ചു. ഹെക്സഗണിനകത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെക്സഗൺ. ഇനി ഹെക്സഗനകത്ത് ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? Act at one of the angular points of a regular hexagon towards other 5 angular points. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന്, ഒരു ആംഗുലാർ പോയിന്റിൽ നിന്ന് ബാക്കി ആംഗുലാർ പോയിന്റ്സിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ എ എന്ന് പറഞ്ഞ ഫോഴ്സിൽ നിന്നാണ് ബാക്കി ആംഗുലാർ പോയിന്റ്സിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കാണെങ്കിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. എ, ബി, സി, ഡി, ഇ ആൻഡ് എഫ്. അപ്പോൾ ഇതാണ് നമുക്കുള്ള 6 ആംഗുലാർ പോയിന്റ്സ്. ക്വസ്റ്റിനകത്ത് പറയുന്നത് എന്താണ്? ഒരു ആംഗുലാർ പോയിന്റ് ആക്ടിങ് അറ്റ് എ റെഗുലർ ഹെക്സഗൺ ടുവേർഡ്സ് അതർ 5 ആംഗുലാർ പോയിന്റ്സ്. അപ്പോൾ എ എന്ന് പറഞ്ഞ ആംഗുലാർ പോയിന്റിൽ നിന്നാണ് ബാക്കി ആംഗുലാർ പോയിന്റ്സിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എ നിന്ന് ബിയിലേക്ക് നമുക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് 4 കിലോ ന്യൂട്ടൺ. ഇനി എ നിന്ന് സിയിലേക്ക് ഒരു ഫോഴ്സ് പോകുന്നു, √3 കിലോ ന്യൂട്ടൺ. എ നിന്ന് ഡിയിലേക്ക് പോകുന്നു, ഡിയിലേക്കുള്ളതാണ് 5 കിലോ ന്യൂട്ടൺ. എ നിന്ന് ഇയിലേക്ക് പോകുന്നു, എയിൽ നിന്ന് ഇയിലേക്ക് പോകുന്നതാണ് √3. ഇനി എ നിന്ന് എഫിലേക്ക് പോകുന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞ ആംഗുലാർ പോയിന്റിൽ നിന്ന് ബാക്കിയുള്ള ആംഗുലാർ പോയിന്റ്സിലേക്ക്, എന്ന് വെച്ചാൽ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എത്ര ആംഗുലാർ പോയിന്റ്സ് ഉണ്ട്? 6 ആംഗുലാർ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ആംഗുലാർ പോയിന്റിൽ നിന്ന് ബാക്കി ആംഗുലാർ പോയിന്റ്സിലേക്കാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഫോഴ്സ് കൂടി ഞാൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 4 കിലോ ന്യൂട്ടൺ. സെക്കൻഡ് ഫോഴ്സ് √3 ആയിരുന്നു. സെക്കൻഡ് ഫോഴ്സ് √3. നെക്സ്റ്റ് ഫോഴ്സ് 5 കിലോ ന്യൂട്ടൺ. അത് കഴിഞ്ഞ് വരുന്ന ഫോഴ്സ് √3 കിലോ ന്യൂട്ടൺ ആൻഡ് ലാസ്റ്റ് ഫോഴ്സ് 3 കിലോ ന്യൂട്ടൺ. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫോഴ്സസിൻ്റെ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആംഗിൾ എത്രയാണെന്നൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു പോളിഗൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കുണ്ട്. എത്രയാ? 2n - 4 × 90 ഡിഗ്രി. അപ്പോൾ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, അപ്പോൾ എ എന്ന് പറഞ്ഞ ഇന്റീരിയർ ആംഗിൾ, ബി, സി, ഡി, ഇ ആൻഡ് എഫ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഇന്റീരിയർ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് 2n - 4 × 90 ഡിഗ്രി. അപ്പോൾ ഇതിനകത്ത് n എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുമ്പോൾ ഹെക്സഗൺ ആയതുകൊണ്ട് 6 - 4 × 90 ഡിഗ്രി. അപ്പോൾ 6 2s are 12. 12 - 4 8. അപ്പോൾ 8 × 90. അപ്പോൾ 8 9s are 72. 720 ഡിഗ്രീസ് ആണ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ. 720 ഡിഗ്രീസ്. അപ്പോൾ എ, ബി, സി, ഡി, ഇ ആൻഡ് എഫ്. അപ്പോൾ ടോട്ടൽ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഓരോ ആംഗിളും എത്രയാണെന്ന് കാൽക്കുലേറ്റ്
അപ്പോൾ ഈച്ച് ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് വേണ്ട എന്താ, ഓരോ ഇൻക്ലൂഡ് ആംഗിളും ആംഗിൾ എ എത്രയെന്ന് വേണം, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, ആംഗിൾ എഫ്. അപ്പോൾ ഈച്ച് ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഡിവൈഡഡ് ബൈ, നമുക്ക് എത്ര ആംഗിളാണ് ഉള്ളത്, 6 ആംഗിൾ, ഡിവൈഡഡ് ബൈ 6. അപ്പോൾ എന്ത് വന്നു, 120 ഡിഗ്രി. അപ്പോൾ ഈച്ച് ഇൻക്ലൂഡഡ് ആംഗിൾ 120 degrees. Each included angle is equal to 120 degrees. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. നമുക്ക് എന്താ അറിയാം, ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ബിന്ന് സിയിലേക്കുള്ള ഈ ആംഗിൾ, സിന്ന് ഡി ആംഗിൾ, ഡിന്ന് ഈ ആംഗിൾ, ഇന്ന് എഫ് ആംഗിൾ, ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആംഗിൾസ് ആയി. സോ നമുക്കിപ്പോൾ ബിന്ന്, അതായത് 4ഉം √3 തമ്മിലുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം. √3ഉം 5ഉം തമ്മിലുള്ള ആംഗിൾ, 5ഉം √3ഉം. അപ്പോൾ ഓരോ വെർട്ടീസസിന് ഇടയ്ക്കുള്ള ആംഗിളിൽ കാൽക്കുലേറ്റ് എന്ത് ചെയ്താൽ മതി, എയുടെ ഇൻക്ലൂഡഡ് ആംഗിൾ 120 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ട്, 1, 2, 3 and 4. 120 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എന്ത് വന്നു, 30 ഡിഗ്രി. 30 ഡിഗ്രീസ്. അപ്പോൾ ഓരോ ഫോഴ്സസിന് ഇടയ്ക്കുള്ള ആംഗിൾസ് 30 ഡിഗ്രി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ഇൻക്ലൈൻ ഫോഴ്സസിനെ റിസോൾവ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആക്സിസിൽ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്, ഇത് വെർട്ടിക്കൽ ആക്സിസ്. ഫസ്റ്റ് ഫോഴ്സ് എന്താണ്, 4 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. ഈ സെക്കൻഡ് ഫോഴ്സ് 4 കിലോ ന്യൂട്ടൺ. ഫോഴ്സ്. സെക്കൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് √3 കിലോ ന്യൂട്ടൺ. സോ ഈ ആംഗിൾ എന്താണ്, 30 ഡിഗ്രി. ഈ അടുത്ത ഫോഴ്സ് എന്താ, 5 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. 5 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഈ ആംഗിളാണ് നമുക്ക് എന്തുള്ളത്, 30 ഡിഗ്രീസ്. അപ്പോൾ അത് ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ അതെന്തായിരിക്കും, 30 + 30 60 ഡിഗ്രി. റിസോൾവ് ചെയ്യാനായിട്ട് എന്ത് വേണം, ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നോ വെർട്ടിക്കൽ ആക്സിസിൽ നിന്നോ ഉള്ള ആംഗിൾ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നുള്ള ആംഗിൾ വാല്യൂ 30 + 30 60 ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത ഫോഴ്സ് എന്താണ്, √3 കിലോ ന്യൂട്ടൺ. അത് കറക്റ്റ് വെർട്ടിക്കൽ ആണ്, ബിക്കോസ് ഈ 5ഉം √3 നമ്മൾ ആംഗിൾ എന്താണ്, 30 ആണ്. 30 + 30 + 30 എന്താണ്, 90 ഡിഗ്രീസ് എന്നാണ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്, √3 കിലോ ന്യൂട്ടൺ. ഇനി നമ്മുടെ ലാസ്റ്റ് ഫോഴ്സ് ആണ്. ലാസ്റ്റ് ഫോഴ്സ് 3 കിലോ ന്യൂട്ടൺ. അതെങ്ങനെ, 30 + 30 + 30 + 30 120 ഡിഗ്രി ആണ്. 120 ഡിഗ്രി ആകുമ്പോൾ എന്താണ്, സെക്കൻഡ് ക്വാഡ്രന്റിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിൾ ആണ് 30 ഡിഗ്രീസ്. 3 കിലോ ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ, ഈ ആംഗിൾ 30 ആണെങ്കിൽ ഇതെന്തായിരിക്കും, 60 ഡിഗ്രീസ് ആയിരിക്കും. 60 ഡിഗ്രീസ്. ഇനി എന്ത് ചെയ്യാം, സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാം, സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം അതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ ഇൻക്ലൈൻ ഫോഴ്സസിനെ റിസോൾവ് ചെയ്യണം. ഇൻക്ലൈൻ ഫോഴ്സിനെ റിസോൾവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം √3 എന്ന് പറഞ്ഞ ഫോഴ്സിനെ റിസോൾവ് ചെയ്യാം. √3 എന്ന് പറഞ്ഞ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താ വരുന്നത്, √3 cos 30 ഡിഗ്രി. √3 cos
30 ഡിഗ്രി എന്ന് വെച്ചാൽ √3 ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 30 ഡിഗ്രി ആണ്. അപ്പോൾ √3 cos 30 ഡിഗ്രി. ഇനി വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? √3 sin 30 ഡിഗ്രി. √3 sin 30 ഡിഗ്രി. √3 sin 30 ഡിഗ്രി. ഇനി 5 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. 5 കിലോ ന്യൂട്ടൺ ഫോഴ്സിന് റിസോൾവ് ചെയ്യുമ്പോൾ എന്താണ്? ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറയുന്നത് 5 cos 30 ഡിഗ്രി. 30 അല്ല 60 ഡിഗ്രി, ബിക്കോസ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 60 ഡിഗ്രീസ് ആണ്. അപ്പോൾ 5 cos 60 ഡിഗ്രീസ്. അപ്പോൾ വെർട്ടിക്കൽ കോമ്പണന്റ് എന്തായിരിക്കും വരുന്നത്? 5 sin 60 ഡിഗ്രി. 5 sin 60 ഡിഗ്രീസ്. ഇനി അടുത്ത എന്താണ്? 3 കിലോ ന്യൂട്ടൺ എന്നും പറഞ്ഞ ഫോഴ്സ് ആണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഹൊറിസോണ്ടൽ കോമ്പണന്റ്. നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടിയിട്ടുണ്ട് 60 ഡിഗ്രീസ്. അപ്പോൾ 3 cos 60 ഡിഗ്രി. vertical component 3 sin 60 degree. 3 cos 60 degree. Sorry, 660 എന്ന് എഴുതിയിരിക്കുന്നത്. 3 sin 60 degree. അപ്പോൾ നമ്മുടെ ഇൻക്ലൈൻഡ് ഫോഴ്സസിനെ എല്ലാം റിസോൾവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? സിഗ്മ വി ഇസ് ഈക്വൽ ടു 0യും സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0യും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്നല്ല പറഞ്ഞത്, സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യമുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്താ? 4 കിലോ ന്യൂട്ടൺ. അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാം പോസിറ്റീവ് ഫോഴ്സസ്. അപ്പോൾ 4, ഇനി എന്താ ഉള്ളത്? 3 cos 30 ഡിഗ്രി. ഇപ്പോൾ പ്ലസ് √3 cos 30 ഡിഗ്രി. √3 cos 30 ഡിഗ്രി. ഇനി അടുത്ത 5 cos 60 ഡിഗ്രി. 5 cos 60 ഡിഗ്രി. 5 cos 60 ഡിഗ്രി. ഇനി അടുത്ത എന്താ ഉള്ളത്? നമുക്ക് ഈ വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കേണ്ട, ബിക്കോസ് നമ്മൾ സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് എടുക്കുന്നത്. ഇനി 3 cos 60 ഡിഗ്രി. 3 cos 60 ഡിഗ്രി എങ്ങനെയാണ്? ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ആണ് ആക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാം നെഗറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ -3 cos 60 ഡിഗ്രി. 3 cos 60 ഡിഗ്രി. അപ്പോൾ 4 plus √3 cos 30 plus 5 cos 60 minus 3 cos 60. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിഗ്മ എച്ച്. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6.5 കിലോ ന്യൂട്ടൺ. 6.5 കിലോ ന്യൂട്ടൺസ്. ഇനി നെക്സ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സിഗ്മ വി കാൽക്കുലേറ്റ് ചെയ്യണം. സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ്. അപ്പോൾ സിഗ്മ വി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സ് നോക്കാം. അപ്പോൾ 4 കിലോ ന്യൂട്ടൺ എടുക്കേണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് ആക്ടിങ് ഹൊറിസോണ്ടൽ. ഈ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം 3 കിലോ ന്യൂട്ടൺ, √3യുടെ വെർട്ടിക്കൽ ഫോഴ്സ്. അപ്പോൾ √3 sin 30 ഡിഗ്രി. √3 sin 30, പിന്നെന്താണ്? 5. അപ്പോൾ പ്ലസ് 5 sin 60 ഡിഗ്രി. 5 sin 60 ഡിഗ്രി പ്ലസ് √3 sin 60 ഡിഗ്രി. √3 sin 60 ഡിഗ്രി. സോ ഇത്രയും കൂടി സോൾവ് ചെയ്യാം. സോറി, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. √3 എന്ന് പറഞ്ഞത് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. അപ്പോൾ √3 വെർട്ടിക്കൽ ഫോഴ്സ്, പിന്നെന്താണ്? പ്ലസ് 3 sin 60 പ്ലസ് 3 sin
60. പെട്ടെന്ന് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നു പോയതാണ്. അപ്പോൾ √3 എന്നുള്ളത് ദാണ്ട് ഈ വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. പിന്നെ 3 എന്നുള്ളതാണ് ദാണ്ട് ഈ ഒരു ഫോഴ്സ്. അതിനെ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്തപ്പോഴാണ് 3 sin 60. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 9.526 കിലോന്യൂട്ടൺ. 9.526 കിലോന്യൂട്ടൺ. ഇനി അടുത്ത റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് R is equal to root of sigma v square plus sigma h square. R is equal to root of sigma v square plus sigma h square. So answer 11.53 kilonewton. 11.53 kilonewton. ഈ R കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ആൽഫ കാൽക്കുലേറ്റ് ചെയ്യണം. ആൽഫ is equal to tan inverse sigma v divided by sigma h. Sigma v divided by sigma h. Sigma v എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 9.526. Sigma h എന്ന് പറയുമ്പോൾ 6.5. അപ്പോൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 55.69 degrees. 55.69 degrees. ഇനി റിസൾട്ടൻ്റ് ഏത് ക്വാഡ്രൻറ്റിലാണ് ആക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം സിഗ്മ എച്ച് കിട്ടിയതാണ് പോസിറ്റീവ് വാല്യൂ ആണ്. സിഗ്മ വി കിട്ടിയത് എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. സിഗ്മ എച്ചിനും സിഗ്മ വിക്കും പോസിറ്റീവ് വാല്യൂസ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് മീൻ ചെയ്യാം? സിഗ്മ എച്ചും സിഗ്മ വിയും പോസിറ്റീവ് ആണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതാണ്ടേ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, റിസൾട്ടൻ്റ് ആർ. ഇനി അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 55.69. 55.69 degrees. സോ നമ്മൾ സിഗ്മ എച്ച് കാൽക്കുലേറ്റ് ചെയ്തു, സിഗ്മ വി കാൽക്കുലേറ്റ് ചെയ്തു, ആർ കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടലും കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.